കാലാവസ്ഥാ വ്യതിയാനങ്ങള് ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുക. അതായത് ഭൂപ്രകൃതിയെയും സർവ്വജീവജാലങ്ങളെയും മനുഷ്യ ശരീരത്തെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം. അതായത് വേനൽക്കാലത്ത് മഴ പെയ്യുന്നു, മഴക്കാലത്ത് കൊടും ചൂട് അനുഭവപ്പെടുന്നു, കാലം തെറ്റി മഴ പെയ്യുന്നു, ഇങ്ങനെ പല രീതിയിലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഋതുചര്യകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും കേരളത്തിലൊരു കാലാവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ മെയ് മാസം പകുതി മുതൽ ജൂലൈ മാസം പകുതി വരെ ഗ്രീഷ്മ ഋതുവാണ്. ജൂലൈ മാസം പകുതിക്ക് ശേഷം വർഷ ഋതുവിലേക്ക് കടക്കും. കേരളത്തിലെ സ്ഥിതി വെച്ച് ഇപ്പൊ മഴയൊക്കെ തുടങ്ങിയെങ്കിലും നമ്മളിപ്പോഴും ഗ്രീഷ്മ ഋതുവിൽ തന്നെയാണ്. അപ്പൊ ഗ്രീഷ്മ ഋതുചര്യയാണ് ഇക്കാലത്ത് നമ്മൾ അനുവർത്തിച്ചു പോരേണ്ടത്. അഷ്ടാംഗഹൃദയം ഋതുചര്യ അധ്യായത്തില് ഗ്രീഷ്മ ഋതുചര്യയെ പറ്റി വാഗ്ഭടാചാര്യൻ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഗ്രീഷ്മ ഋതുവില് വെയിലുള്ള സമയത്ത് സൂര്യരശ്മിക്ക് അതിതീക്ഷ്ണ സ്വഭാവമായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കഫദോഷം അലിഞ്ഞ് ഇല്ലാതാകുന്നു. കഫം കുറയുമ്പോൾ നാച്ചുറലി ശരീരത്തിൽ വാദം വർദ്ധിക്കും. അതുകൊണ്ട് ഈ കാലത്ത് ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ ഉപ്പ്, എരിവ്, പുളി ഈ രസങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നതും അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നതും ഗ്രീഷ്മ ഋതുവില് നിഷിദ്ധമാണ്, ഒഴിവാക്കണം എന്നർത്ഥം. കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ സ്നിഗ്ധ ശീത സ്വഭാവത്തോട് കൂടിയതായിരിക്കണം, എളുപ്പം ദഹിക്കുന്നതായിരിക്കണം, ലഘുവായിരിക്കണം, മധുര രസത്തോട് കൂടിയതുമായിരിക്കണമെന്ന് ആചാര്യന്മാര് നിർദ്ദേശിച്ചിരിക്കുന്നു. ഗ്രീഷ്മ ഋതുവില് ചൂടുവെള്ളത്തിൽ കുളിക്കണം നിർബന്ധമില്ല, തണുത്ത വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ കുളിക്കാന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലര് പൊടിച്ച് അതിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് കഴിക്കാന്ന് പറയുന്നുണ്ട്. ശരീരത്തിലെ ക്ഷീണം അകറ്റുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അതുവഴി ആ ക്ഷീണം ഇല്ലാതാകുന്നതിന് സഹായകരമാകുന്നുണ്ട് ഈ മലർപ്പൊടി പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത്. സൂര്യരശ്മികൾ അതിതീക്ഷ്ണ സ്വഭാവം ഉള്ളതായിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ കാലാവസ്ഥയിൽ മദ്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിച്ചേ തീരുമെന്ന് നിർബന്ധമുള്ളവർക്ക് വളരെയധികം വെള്ളം ചേർത്ത് നേർപ്പിച്ച് പേരിന് മാത്രം ആവാനും പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് തന്നെ, ഈ സമയത്തുണ്ടാകുന്ന സൂര്യരശ്മിക്ക്, ഇപ്പൊ മഴക്കാലമാണെങ്കിൽ പോലും മഴയില്ലാത്ത സമയത്തുണ്ടാകുന്ന സൂര്യരശ്മിക്ക് അതിതീക്ഷ്ണ സ്വഭാവം ഉള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് മദ്യവും ഉഷ്ണമാണ്, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാല് ശരീരത്തിൽ വീക്കം, ഇൻഫ്ലമേഷൻ കൂട്ടുന്നു. അതുവഴി തലകറക്കം, മയക്കം, ശരീരത്തിലെ ആസകലം, ചുട്ടുനീറ്റില്, ചുടിച്ചിൽ അനുഭവപ്പെടുക, ഇത്തരം ലക്ഷണങ്ങളും പിത്തദോഷം വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകളും വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നല്ല വെളുത്ത അരി കൊണ്ടുള്ള ചോറ്, എളുപ്പം ദഹിക്കുന്ന മാംസങ്ങൾ കറി വെച്ച് കഴിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പം ദഹിക്കുന്ന മാംസം എന്ന് പറയുമ്പോൾ പക്ഷികൾ തന്നെ, അതായത് കാടപ്പക്ഷിയോ കോഴിമാംസോ ഒക്കെ എളുപ്പം ദഹിക്കുന്ന സംഗതികളാണ്. കൊഴുപ്പിന്റെ അംശം കുറവാണ്. ഇത് വെളുത്ത ചോറും കൂട്ടി കഴിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനായിട്ടും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അതുപോലെ തന്നെ ക്ഷീണം അകറ്റുന്നതിന് മാംസരസങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, എളുപ്പം ദഹിക്കുന്നതായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ചിക്കൻ സൂപ്പൊക്കെ നന്നായിരിക്കും ഈ സമയത്ത്. പിന്നെ മറ്റൊരു പ്രയോഗം പറഞ്ഞിട്ടുള്ളത്, ഈ ചൂടുകാലത്തുണ്ടാവുന്ന, ചൂടുകാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, നിങ്ങളിപ്പോ മഴയൊക്കെ ഉണ്ടെങ്കിലും ഇത് ഗ്രീഷ്മ ഋതു തന്നെയാണ്. ഈ സമയത്തും ചൂടുകാലത്ത് ആചരിക്കേണ്ട ചിട്ടകൾ തന്നെയാണ് പാലിക്കേണ്ടത്. അപ്പൊ ശരീരത്തിലുണ്ടാകുന്ന ചൂടിനെ കുറയ്ക്കുന്നതിന്, ക്ഷീണം അകറ്റുന്നതിന്, എളുപ്പം ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും, അതുവഴി ഉണ്ടാകുന്ന പോഷകക്കുറവുകൾ നികത്തുന്നതിനും പഴങ്ങൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പൊ സുലഭമായിട്ട് ലഭിക്കുന്ന സംഗതികളാണ് വാഴപ്പഴവും ചക്കപ്പഴവും. ഈ ചക്കപ്പഴവും നന്നായിട്ട് പഴുത്ത വാഴപ്പഴവും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മൺകലത്തില് അല്പം പഞ്ചസാരയും കൂടെ വെതറി ചേർത്തിട്ട് ഒരു രാത്രി മുഴുവൻ സൂക്ഷിച്ചു വെച്ചിട്ട് പിറ്റേന്ന് അല്പാൽപമായിട്ട് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒരു രാത്രി സൂക്ഷിക്കുമ്പോൾ അത് എളുപ്പം ദഹിക്കുന്നതിന് സഹായകരമാകുന്നു, അല്പം പുളിപ്പിച്ച രൂപത്തിലാകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒപ്പം തന്നെ ശരീരത്തിന് വേണ്ടതായ പോഷകങ്ങൾ ലഭിക്കുന്നു, ക്ഷീണം അകറ്റുന്നതിനും സഹായിക്കുന്നു. ചൂട് പിടിച്ച സൂര്യരശ്മി വഴി ശരീരത്തിന് ഉണ്ടാകുന്ന ക്ഷീണം അകറ്റുന്നതിനായിട്ടുള്ള വിദ്യകളാണ് ഈ പറയുന്നത്. ഈ കാലാവസ്ഥയില് എരുമപ്പാല് കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ചേർത്ത് എരുമപ്പാല് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഗ്രീഷ്മ ഋതുവിലെ ചൂടുകാലത്ത് മാവിൻ ചോട്ടിലും അതുപോലെ മരത്തണലില്, വാഴത്തോട്ടങ്ങളിലും പറമ്പുകളിലും ഒക്കെ, അതുപോലെ തണലും നിഴലും ഉള്ള സ്ഥലങ്ങളിൽ ഉച്ചകാലത്തൊക്കെ വിശ്രമിക്കാം. അല്പം പകൽ ഉറങ്ങിയാലും വിരോധമില്ല എന്ന് പറയുന്നു ആചാര്യന്മാര്. ഇതൊക്കെ ശരീരത്തിൽ ഈ ചൂട് ഏറ്റിട്ടുണ്ടാവുന്ന ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ട പണികളാണ് ഈ പറയുന്നത്. രാമച്ചവും ചന്ദനവും അതുപോലെ താമരയിലെയും താമരത്തണ്ടും ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള ലേപനങ്ങൾ ശരീരത്തിൽ പൂശാന്ന് പറയുന്നുണ്ട്. ശരീരം തണുപ്പിക്കുന്നതിനായിട്ടാ. ഈ ചൂട് കൂടിയ സൂര്യരശ്മികൾ ശരീരത്തിൽ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന സൂര്യതാപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇത്തരം വിദ്യകളൊക്കെ. രാത്രികാലങ്ങളിലൊക്കെ മട്ടുപ്പാവല് കയറി കിടന്ന് ചന്ദ്രരശ്മികൾ ഏൽക്കാനും പറയുന്നുണ്ട്. സൂര്യരശ്മികൾ ചൂടുള്ള പോലെ ചന്ദ്രരശ്മികൾ തണുപ്പിനെയും നൽകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിലാവ് കൊണ്ട് മട്ടുപ്പാവലൊക്കെ കിടന്നുറങ്ങാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ശരീരത്തിന് വേണ്ടത്ര തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഈ മഴക്കാലത്ത് അതിന്റെ ഒന്നും ആവശ്യം അപ്ലിക്കേഷൻ വരുന്നില്ല. മഴയുള്ളപ്പോൾ ഈ ചിട്ടകളൊന്നും വേണ്ടതാനും. രാമച്ചവും ചന്ദനവും ഒക്കെ അരച്ച് പൂശുന്നതും ഒക്കെ ഈ ഗ്രീഷ്മ ഋതുവില് അതിയായിട്ട് ചൂട് കൂടിയിട്ടുള്ള സൂര്യരശ്മികളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള വിദ്യകളാണ്. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാലം തെറ്റിയുള്ള ഈ മഴയൊക്കെ, ഈ ഋതുവ്യതിയാനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ഇത്രയധികം ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പ് കൊണ്ട് ശരീരത്തിൽ പിത്തദോഷം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസിഡിറ്റി പോലത്തെ രോഗാവസ്ഥകളോ ബ്ലീഡിംഗ് ഫൈൽസോ അല്ലെങ്കിൽ രക്തദുഷ്ടി കൊണ്ടുണ്ടാവുന്ന ചർമ്മ രോഗങ്ങളൊക്കെ ഈ കാലാവസ്ഥയിൽ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ അമിതമായിട്ട് മഴ വരുമ്പം ജലാശയങ്ങളും കിണറുകളും ഒക്കെ അശുദ്ധമാവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും
തീർച്ചയായിട്ടും ഒരു 20 മിനിറ്റ് സമയം നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം അത് മാത്രം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ മതി. അതുപോലെ പാദരക്ഷകള്, ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുക. കുട്ടികളൊക്കെ ചളിവെള്ളത്തിലൊക്കെ കളിക്കുന്നതിനിട വരും. സ്കൂളൊക്കെ തുറക്കുമ്പോൾ, സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും വെള്ളക്കെട്ടുകളും അശുദ്ധജലവും കെട്ടിക്കിടക്കുകയാണ്. ഇതൊക്കെ കുട്ടികളുടെ കാലുകളിലൂടെ പലതരം ഫംഗസ് രോഗങ്ങൾ ഒക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പലതരം ചർമ്മരോഗങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ട് അശുദ്ധജലവുമായിട്ടുള്ള പെരുമാറ്റം ശ്രദ്ധിക്കണം. പുറമെയൊക്കെ പോയി വന്നതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ കാല് കഴുകുന്നതിന് ശ്രദ്ധിക്കുക. പാദരക്ഷകൾ ഉപയോഗിക്കുക. നിത്യേന ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. പുറമെയൊക്കെ പോയി വന്നു കഴിഞ്ഞാല് ആ രോഗാണുക്കൾ വഴിയൊക്കെയുള്ള രോഗവ്യാപനങ്ങൾ തടയുന്നതിന് സഹായിക്കുന്നു. ദേഹം കഴുകാനായിട്ട് പച്ചമഞ്ഞളോ ആര്യവേപ്പിലയോ ഒക്കെ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ദേഹം കഴുകാനായിട്ട് ഉപയോഗിക്കാം. കാലുകൾ കഴുകാനായിട്ടും ഈ വെള്ളം തന്നെ എടുക്കാം. കുടിക്കാനുള്ള വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. കാരണം പലതരത്തിലുള്ള വൈറസ് രോഗങ്ങൾ വ്യാപിക്കാനായിട്ട് ഇടവരും. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം പോലുള്ള രോഗാവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുന്നതിന് ശ്രദ്ധിക്കുക. മെയ് 15 മുതൽ ജൂലൈ 15 വരെ ഉള്ള ഈ കാലം ഗ്രീഷ്മ ഋതുചര്യയാണ് അനുവർത്തിച്ചു പോരേണ്ടത്. അതിനുശേഷം ജൂലൈ 15 ശേഷം വർഷ ഋതുചര്യ, വർഷ ഋതുവിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആദ്യം ആയുർവേദം.